ആലിൻ ഷെറിൻ എബ്രഹാം എന്ന കുഞ്ഞു മാലാക അത് ഒരു 4-5 പേർക്ക് ജീവൻ കൊടുത്തുകൊണ്ട് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു. നമ്മൾ 2 ദിവസമായിട്ട് കണ്ടുപിടിക്കുന്ന വാർത്തയാണ്. ഇന്നലെ കുട്ടിയുടെ ആ മൃതദേഹം എല്ലാവിധ സജ്ജീകരണത്തോടെ തന്നെ അടക്കം ചെയ്തു. ചോദിച്ചു നോക്കുക, നമ്മുടെ ഒരു 10 മാസം വളർത്തി പൊന്നുപോലെ നോക്കിയൊരു കുട്ടി എന്തെങ്കിലും സംഭവിക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന വേദന ചെറുതൊന്നുമല്ല അല്ലേ? ചിലർ പൊട്ടിക്കരയാം, ചിലർ ഉള്ളിലൊതുക്കാം, പല രീതിയിൽ കാര്യം നമ്മളൊക്കെ പല രീതിയിൽ ഇങ്ങനെ ഘട്ടങ്ങൾ കടന്നു പോയി നമുക്കറിയാം ഇതിൻ്റെ വിഷമങ്ങളും പ്രശ്നങ്ങളും. ഇങ്ങനെ ഉണ്ടാകുമ്പോൾ ആർത്ത അട്ടഹസിച്ച് കരയണമെന്നല്ലോ ആവശ്യമുണ്ടോ? അല്ല, ഞാൻ ചോദിക്കാൻ അങ്ങനെയാണ്. എന്നാലാണോ വിഷമമുണ്ടെന്ന് തോന്നുന്നു. ഇതിൻ്റെ കാര്യങ്ങൾ നടക്കുമ്പോൾ ആ അമ്മയും പിതാവും അതിൻ്റെ അടുത്തിരിക്കുന്നുണ്ട്. അവർക്ക് വേറെ വികാരങ്ങളൊന്നുമില്ല. അവർ മുഖത്ത് ചിലപ്പോൾ ചെറിയൊരു പുഞ്ചിരി പോലെ ഒരു ഇതുണ്ട്, ചിലപ്പോൾ ഒരു നിർവികാര്യതയോടെ നിൽക്കുന്നുണ്ട്. ഇത് കാണുമ്പോൾ ചിലവർക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടുമ്പോൾ അവരിങ്ങനെ അടിക്കുകയാണ്, കമൻറ്റ് അടിക്കണം. ആ കമൻറ്റിലാണ് നമ്മൾ പറയാനുള്ള കാരണം. അപ്പോൾ ഒന്ന് കമൻറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ചില സ്ത്രീകളടക്കം പറഞ്ഞിട്ടുണ്ട്, അയ്യോ ഇത് എന്തൊരു തന്തയും തള്ളയുമാണ്, ഒരു വിഷമവും ഇല്ലല്ലോ ഇവർക്ക്. മകൾ പോയതിൽ സങ്കടമില്ലാത്ത അമ്മ തന്നെയാണോ? എത്രയൊക്കെ ആയാലും പെറ്റമ്മ കുഞ്ഞിനെ ഓർത്ത് കരയില്ലേ? കൊച്ചിൻ്റെ അച്ഛനും അമ്മയും തന്നെയല്ലേ? നോ ഫീലിംഗ്. അങ്ങനെ ഉള്ള കമൻറ്റുകളാണ്. ഇതിനകത്ത് ഞാൻ കമൻറ്റ് വെച്ച് ബുദ്ധിമുട്ടിക്കണമല്ല, പക്ഷെ പറയാണ്ടിരിക്കാൻ നിവൃത്തിയില്ല. ഒരു കമൻറ്റ് വായിക്കാം. അമ്മയ്ക്ക് യാതൊരു കൂസലുമില്ലല്ലോ, കുഞ്ഞു പോയതിൻ്റെ യാതൊരു വിഷമവും കാണുന്നില്ല. ഞാനൊരു അമ്മയാണ്, എനിക്ക് ഇങ്ങനെ പെരുമാറാൻ സാധിക്കില്ല, ഒരുപാട് സങ്കടം. ഭയങ്കര സങ്കടമാണ്. ഇത് പറയുമ്പോൾ തന്നെ ഉള്ള ഉള്ളിലുള്ള കുരുട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഈ സങ്കടമൊക്കെ അഭിനയിച്ച് എല്ലാവർക്കും കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ധീരയായ ഈ അമ്മയും അച്ഛനും അവർ ഈ കുട്ടി ആക്സിഡൻറ്റിന് ശേഷം ഉണ്ടായ ബ്രെയിൻ ഡെത്ത്, അവർ ആ സമയത്ത് അനുഭവിച്ച വിഷമമൊന്നും നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റില്ലല്ലോ. അതിനുശേഷം കാര്യം അവയവദാനമാണെങ്കിലും കൊച്ചു കുഞ്ഞിൻ്റെ ശരീരം കീറി മുറിക്കേണ്ടി വരും അല്ലേ? അതവർക്കറിയാം. എങ്കിൽ പോലും 5 പേർക്ക് ജീവൻ കൊടുത്തു. ഈ 5 പേരുടെ ഒപ്പം അവരുടെ ഫാമിലിയും അച്ഛനും അമ്മയും അവർ സ്നേഹിക്കുന്ന കുടുംബം ഉണ്ടാവും. അതൊരു മരിച്ച വീട് പോലെയല്ലേ? തൻ്റെ കൊച്ചിനെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞെങ്കിൽ എവിടെ നിന്ന് കിട്ടിയെന്ന് ആലോചിക്കുന്ന സമയത്ത് കൊടുക്കുകയാണ്. അപ്പോൾ അവരിലേക്ക് ഒരു പുതിയ ജീവിതം അവർക്ക് കിട്ടുവാണ്. അല്ലേ? ആ 5 പേർക്കും അവരുടെ കുടുംബങ്ങൾക്കും ആ കുട്ടിക്കും അടങ്ങുന്ന പുതിയ ജീവൻ കിട്ടും. അവർക്കുണ്ടാവുന്ന സന്തോഷം ഇവരാലോചിക്കുമ്പോൾ ഇവർക്ക് സന്തോഷം തോന്നുന്ന കാര്യം അവർ അഭിമാനത്തോടെ ഇരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ തൻ്റെ മകൻ അവൻ മാലാഖയായി കേരളത്തിന് പുറത്തൊക്കെ അവൻ അറിയപ്പെട്ടു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു കൊച്ചായി. അവൻ വിടുന്നതിന് മുമ്പേ എല്ലാവർക്കും വേണ്ടപ്പെട്ട. ഒരിക്കലും ഇനി നമ്മൾ മറന്നാലും ആ 5 പേരും കുടുംബം ഇവർ മറക്കില്ല, ഇവർക്കും മറക്കില്ല. ഇവരുടെ മനസ്സിലൊന്നും ആ കുട്ടി ജീവിച്ചിരിക്കുക, അവരെ ആ അവയവങ്ങൾ കൊണ്ട് ആ കുട്ടി ജീവിച്ചിരിക്കുകയാണ്. അവർ ഉള്ളിനുള്ളൊരു അഭിമാനിക്കുന്നുണ്ടാവും. ഞങ്ങളെക്കൊണ്ട്, ഞങ്ങളുടെ മകനെക്കൊണ്ട് ഒരുപാട് ആൾക്കാർക്ക് ഉപകാരം ഉണ്ടായി. ഉപകാരം എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ ലെവൽ ഒരു ജീവിതം കൊടുക്കണേ. അതൊന്ന് ഓർത്ത് നോക്കി. എന്നിട്ട് ഇതിൻ്റെ അകത്ത് നീ കുരുട്ട് പറയുന്ന ആൾക്കാരുടെ മനസ്സ് എത്രത്തോളം നീചമായിരിക്കും ആലോചിച്ച് നോക്കി. നമുക്കുള്ളിൽ വിഷമം, ചിലർ തുറന്ന് കരയും, പൊട്ടിക്കരയും, ചിലർ ഓവറായിട്ട് കാണിക്കുന്ന ആൾക്കാർ, ചിലർ ഓവറായിട്ട് നമുക്ക് തോന്നും. അതൊന്നും ഇല്ലാണ്ട് അവർ കരഞ്ഞിട്ടുണ്ടോ നമ്മൾ അറിയേണ്ട ആവശ്യം. ഉള്ളിലേക്ക് നമ്മൾ കാണുന്ന കുറേ സ്ഥലങ്ങൾ മാത്രമേ അവർ കണ്ടിട്ടുള്ളൂ. അവർ കരയേണ്ടതെന്നൊക്കെ തീരുമാനം അവർ തന്നെയാണ്. അങ്ങനെയാണ് വിഷമം. അവരുടെ വിഷമം, സ്വന്തം കുട്ടി പോയ വിഷമം, അത് ഊഹിക്കാവുന്നുള്ളൂ. ഏതായാലും ഈ പറഞ്ഞ കുട്ടി ഒരു കുടുംബത്തിന് ജീവിതം, ഇവൻ ഈ ലോകം വിട്ടുപോയപ്പോൾ ഒരു ആൾക്കാർക്ക് ജീവിതം കൊടുത്തേക്കാണ്, ലോകത്തേക്ക് ഒരു വന്നേക്കാണ് സന്തോഷത്തോടെ. അതിൻ്റെ ഏറ്റവും വലിയ കാര്യം. എല്ലാവരും ആ മാതാപിതാക്കൾക്ക് എൻ്റെ കൂപ്പുകൈ, എല്ലാവിധ അനുഗ്രഹവും നിങ്ങൾക്ക് ദൈവം നൽകട്ടെ. ഇനിയും കുട്ടികൾ നിങ്ങൾക്ക് തരട്ടെ എന്ന് തന്നെ പ്രാർത്ഥിച്ചുകൊണ്ട്